ഹലോ, ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ? എന്ന് തുടങ്ങിയാലോ? ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യുന്ന നല്ല രസമാണല്ലേ? പാട്ട് കേട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക എനർജിയാണ്. അതിൻ്റെ കൂടെ വർത്തമാനവും കൂടിയാണ്, പിന്നെ പറയണ്ട. ആദ്യം അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പോഴേ ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ ഇതിനിട്ട പേരാണ് ഫ്രൈഡ് റൈസ്. ഇത് കണ്ടിട്ട് ഈ മുഴുവൻ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരിടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് അങ്ങനെ അങ്ങ് മാറ്റിക്കോ കേട്ടോ. ഇനിയിപ്പം ഇതേ പേര് വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ലേ. ചിക്കനെ നന്നായി പൊരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് റൈസിൻ്റെ പരിപാടി തുടങ്ങാം. റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ബട്ടറും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുക. ബട്ടർ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് ആ ഒരു പാത്രം അടി പിടിക്കുമോ കരിഞ്ഞു പോകുമെന്നൊക്കെ ഇങ്ങനെ വേണ്ടാത്ത കുറച്ച് സംശയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബട്ടറും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയാണ് ഇടേണ്ടത്. ഉള്ളി നന്നായി ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് വേണ്ടത്. കൈകൾ മാറി മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. കാരണം നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് കുക്ക് ചെയ്യുക. അതൊരു ഐഡിയ കൂടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കൂടുകയോ കുറയോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും കൂടി സമാധാന ചർച്ചയിൽ ഏർപ്പെട്ട് അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കണം, എന്ത് കൂട്ടണം, കുറയ്ക്കണം എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലെത്തും. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം അല്ലേ? അപ്പോൾ ഉള്ളി നന്നായി വഴറ്റുക. നിങ്ങൾക്ക് എന്നെപ്പോലെ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് വെറുതെ നന്നായി വഴറ്റിയെടുക്കുക. സമയമില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം ആവി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായി വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞത് ഓർമ്മയാണേ, ഇത് ഫ്രൈഡ് റൈസ് എന്നുള്ളത് എൻ്റെ ഫ്രൈഡ് റൈസാണ്, ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. നിങ്ങൾക്കിനി മാറ്റമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് നമ്മുടെ ക്യാരറ്റും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതും കൂടി നന്നായി വഴറ്റി കൊടുക്കുക. കുക്ക് ചെയ്യുമ്പോഴേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ ഇതെന്താക്കിയാൽ ശരിയാവോ, ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കണ്ടേ എന്നുള്ളത്. ഇപ്പം കുക്ക് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ എത്തിയപ്പം എങ്ങനെയായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി കേട്ടോ. അതുകൊണ്ട് ആർക്കെങ്കിലും കുക്ക് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് സംശയമുള്ള ആൾക്കാർ ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ആ ഒരു കോൺഫിഡൻസ് അങ്ങ് കുക്ക് ചെയ്തോ. ആരെന്തുണ്ടാക്കിയാലും കഴിക്കാൻ കൊള്ളുമെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ അല്ലേ. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വീട്ടിലുള്ള എല്ലാ പച്ചക്കറിയും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് നിങ്ങൾ റൈസിനേക്കാളും കൂടുതൽ പച്ചക്കറി ഇട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കും. ഇതിലേക്ക് ബേബി കോൺ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ബേബി കോൺ നമ്മൾ കുഞ്ഞായിട്ട് മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളും അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് ഇങ്ങനെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10-15 മിനിറ്റ്. എന്നിട്ടത് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ ചെയ്തത്. അല്ലാണ്ട് ബേബി കോൺ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആയി കിട്ടാൻ വേണ്ടി കുറച്ചേറെ സമയം എടുക്കുമല്ലോ. ഈ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ അതിലേക്ക് സ്വല്പം നമ്മുടെ സോയാ സോസും കൂടി ഒഴിച്ച് കുറച്ച് നേരം ആവിയിലേക്ക് ഇങ്ങനെ വെക്കുക. ഞാൻ എപ്പോഴും ആവിവെള്ളം വീഴുമ്പോഴേ അത് അതിലേക്ക് തന്നെ ഒഴിക്കാറാണ് കേട്ടോ പതിവ്. കാരണം നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ സാധനം തന്നെയാണല്ലോ മുകളിലോട്ട് ആവിയായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ എസൻസൊക്കെ അതിൽ തന്നെ കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആവിവെള്ളം അതിൽ തന്നെ ഒഴിക്കാറാണ് പതിവ്. നമ്മളിതിലേക്ക് കുരുമുളക് മാത്രമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ഒരു എരിവിന് വേണ്ടി സ്വല്പം ഒരു എരിവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചൊരു കുരുമുളക് മാത്രം ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് റൈസാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഞാൻ പൊതുവേ മന്തി ഉണ്ടാക്കുന്ന അതേ റൈസ് വെച്ചിട്ട് തന്നെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. സെല്ല റൈസാണ് ഉപയോഗിക്കാറ്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേറെ ഏതെങ്കിലും റൈസ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു റൈസിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഈ റൈസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഞാൻ 2 രീതിയിലാണ് റൈസ് ഉണ്ടാക്കുക. ഒന്നെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഇതൊരു 90% വെന്ത റൈസാണ്. ഇനിയിപ്പം ഞാൻ നാളത്തേക്കൊക്കെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇന്നേ റൈസ് ഉണ്ടാക്കിയേക്കും. അതെങ്ങനെയാ വെച്ചിട്ട് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള റൈസ്, അതൊരു 60%, ഒരു 50-60% വേവിച്ചിട്ട് റൈസ് വെള്ളമൊക്കെ കൂട്ടി കളഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ഉണ്ടാക്കുന്ന 2-3 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് അത് എടുത്ത് കുക്ക് ചെയ്യാണ് പതിവ്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം കൂടി റൈസ് വേവിക്കേണ്ടി വരും. ഇതിപ്പം അത്യാവശ്യം കുക്കായിട്ടുള്ള റൈസാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് തീ സിമ്മിൽ വെച്ച്, ഇത്രയും ചെയ്ത കാര്യങ്ങളൊക്കെ സിമ്മിൽ വെച്ചിട്ട് വേണേ ചെയ്യാൻ. സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം കൂടി അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി കിട്ടും. ഇങ്ങനെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ എളുപ്പമാണ് കേട്ടോ. നമ്മൾ 1-2 തവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെ ഒന്നും അളവ് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എത്രയാണെന്നുള്ളത് ഇടുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പിന്നെ മല്ലിച്ചപ്പോ അല്ല പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
എൻ്റെ കയ്യിൽ ആ സാധനങ്ങളൊന്നും സ്റ്റോക്ക് ഇരിപ്പില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കസൂരി മേത്തിയാണ് ഇട്ടുകൊടുക്കുന്നത്. കസൂരി മേത്തി ആണെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നെങ്കിൽ നന്നായി പൊടിഞ്ഞിട്ട്, ചൂടാക്കാനുള്ള ആ ഒരു മടി കൊണ്ട് ഞാൻ അല്ലാണ്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് അതും കുറച്ച് നേരം കൂടി ആവിയിൽ വെക്കുക കേട്ടോ. ഈ നേരത്തൊക്കെ ഞാൻ വീണ്ടും പറയുകയാണേ, തീ സിമ്മിൽ വെച്ചിട്ടാണ് ഈ പണികളൊക്കെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു സുഖമില്ലല്ലോ അല്ലേ. അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഞാനൊന്നും കൂടി പറയണേ, നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്നോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും അത് പറയാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അഭിപ്രായം പറയണേ. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബായ്, സീ യു.